എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമുക്കൊരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത്. ചേച്ചി ഊഹിച്ചെടുത്തു അത്. ചേച്ചി ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശ് കൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാൾ. എന്റെ ഔദാര്യത്തിലാണ് അവൾ ജീവിക്കുന്നത് ഇപ്പോഴും. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നോ എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധി ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവർ തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് ഇങ്ങനെ റെക്കോർഡിംഗിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ? ചോദിച്ചു സുധി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല. അവർക്ക് റേറ്റിംഗിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത്. രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ സംസാരത്തിലാണ് വീണു പോയത്. അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയെന്ന് വിളിക്കുന്നത്. എനിക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല. എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവൽ മേടിക്കുന്ന ഇഷ്ടമല്ല. പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല. അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്നോട്, എന്ത് കണ്ടിട്ടാണ് ഇവരുടെ പുറകെ പോയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു രൂപം എന്ന് പറഞ്ഞാൽ ഒരു 35 മിനിറ്റോളം ഉള്ളൊരു ഓഡിയോയാണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, കിച്ചുവിൻ്റെ അമ്മയുടെ പേര് അശ്വതിയോ അങ്ങനെ ഏതാണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ കിച്ചുവിൻ്റെ അമ്മ സൂയിസൈഡ് ചെയ്തതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം രണ്ടാമത് ഈ പറയുന്ന കൊല്ലം സുധി വിവാഹം കഴിച്ച സ്ത്രീയാണ് ഇവരെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഇവർ ഇത്രയും നാളും ഒളിവിലായിരുന്നോ? ഇത്രയും നാളും അവരെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒരു രണ്ടാം ഭാര്യയെക്കുറിച്ചിട്ടുള്ള ഒരു വിവരവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ കൊല്ലം സുധിക്കൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു. വിവാഹം കഴിഞ്ഞ് അവർ കുറേ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും കൊല്ലം സുധിയുമായിട്ട് വളരെ ഇഷ്ടത്തിലായതിന് ശേഷമാണ് ഇവരെ കൊല്ലം സുധി വിവാഹം കഴിക്കുന്നത്. എന്നാൽ വിവാഹം കഴിച്ചതിന് ശേഷം ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കവേ തന്നെ ഈ രേണു സുധിയും കൊല്ലം സുധിയും തമ്മിൽ അടുക്കുകയും അവർ തമ്മിൽ അനാവശ്യമായിട്ടുള്ള ചാറ്റുകളൊക്കെ ഇവർ കണ്ടു. അതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടായി. പിന്നെ ഒടുവിൽ ഇവർ കൊല്ലം സുധിയെ തല്ലുക വരെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഒടുവിൽ കൊല്ലം സുധിക്ക് ആ ഒരു സമയത്ത് കോമഡി സ്റ്റാറിൻ്റെ ആ ഒരു ഇവരുടെ ടീം വിജയിച്ചപ്പോൾ കുറച്ചധികം കാശ് കിട്ടിയപ്പോൾ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊല്ലം സുധിയുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ച് ഇവർ അലമാരിയിലേക്ക് എറിഞ്ഞു, അതിനെ ആ ഒരു ഫോൺ നശിപ്പിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ പറയുന്നതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നമുക്കറിയില്ല. ശരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ടും ഇങ്ങനെ ഒരു ആൾ മറനീക്കി പുറത്തു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തോ വിശ്വസിക്കാൻ തോന്നുന്നില്ല. തോന്നാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്ന ആളിൻ്റെ പേരെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം. അവർ പറയുന്നുണ്ട് അവർക്ക് കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു എന്ന് പറയുന്നത് പോലും ഇഷ്ടമല്ല. അതായത് ഇവരും കൊല്ലം സുധിയും തമ്മിൽ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിച്ചു എന്ന് രേണു സുധി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതിൻ്റെ പേരിലാണ് ഇവർ ഈ ഒരു കാര്യം വെളിപ്പെടുത്താനായിട്ട് മുന്നോട്ട് വന്നത് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവർക്കൊരു ലൈഫുണ്ട്. ശരിക്കും ഇവർ വിവാഹം കഴിഞ്ഞ് ജീവിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നും വ്യക്തതയില്ല. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും വ്യക്തതയില്ല. അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് ഈ പറയുന്ന ഇവരും കൊല്ലം സുധിയും തമ്മിൽ നല്ല ഭാര്യ-ഭർത്തൃ ബന്ധമായിരുന്നു. വിവാഹം കഴിച്ചവരാണ് അവർ. അങ്ങനെ ഒരു 5 വർഷത്തോളം ഒരുമിച്ച് ജീവിക്കവേ ഇതിൻ്റെ ഇടയിൽ ഒരു ഇത്തിൽക്കണ്ണി പോലെ പറ്റിച്ചേർന്ന് വന്നതാണ് രേണു സുധി. ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ്, രേണു സുധി കയറി വന്നിട്ട് ഇവരെ അടിച്ച് വെളിയിൽ കളഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. കാരണം വെളിയിൽ കളഞ്ഞതല്ല, ശരിക്കും പറയുകയാണെങ്കിൽ രേണു സുധി അവിടെ ഇത്തിൽക്കണ്ണിയായിട്ട് വന്നപ്പോൾ ഇവർ സ്വയം ഒഴിഞ്ഞു പോയതാണ്. കാരണം ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാത്തൊരുത്തൻ്റെ കൂടെ ജീവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ അവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൊല്ലം സുധിയാണെങ്കിൽ നല്ല മദ്യപാനിയാണ്.
ഷൂട്ടിംഗ് ഇല്ലാത്ത എല്ലാ ദിവസവും നല്ല പൂസായിട്ട് കുടിക്കും. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം മേടിച്ച് പോലും കുടിക്കുന്ന ഒരാളാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ അവർ പറയുന്നത് ഫസ്റ്റ് ഇവരെ അടുത്തേക്ക് കൊല്ലം സുധി വരുന്ന സമയത്ത് സ്വന്തമായിട്ട് മാറിയിടാൻ ഒരു ഷർട്ട് പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്നും ഇവരുടെ ഒരു 15 സെൻറ്റ് തറ വിറ്റിട്ട് ആ പൈസയൊക്കെ കൊല്ലം സുധിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേയേറെ കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു വീഡിയോ ആണ്, ഒരു 35 മിനിറ്റോളം ദൈർഘ്യമുള്ള. അതിനകത്താണ് ഇതെല്ലാം അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവരിപ്പോൾ നിലവിൽ വരാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ രേണു പലരിടത്തും ഇവരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തുക്കളുടെ അടുത്തായാലും രേണു പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കൊല്ലം സുധിയുടെ ഒരു സെറ്റപ്പ് മാത്രമായിരുന്നു ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഇവരെ ചൊടിപ്പിച്ചത്. അപ്പോൾ മറ്റു പലരും ഇവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത്രേ, ഓ നിങ്ങളും കൊല്ലം സുധിയും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ബന്ധമല്ലായിരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കത് വളരെ മോശമായിട്ട് തോന്നി. അവർക്കത് മാനസികമായിട്ട് വളരെയേറെ വിഷമം ഉണ്ടാക്കി. അതുകൊണ്ട് മാത്രമാണ് അവർ രംഗത്ത് വന്നത് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അവരുടെ പേര് പോലും അവർ പറയാൻ തയ്യാറാവുന്നില്ല. അവിടെയാണ് നമ്മൾക്ക് അത്ഭുതം ഉണ്ടാവുന്നത്. നമുക്ക് അതിശയം തോന്നുന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ട് പേര് പറഞ്ഞുകൂടാ? നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ ഒരു ചോദ്യചിഹ്നം വരുമ്പോൾ നമുക്ക് പേര് പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ അത് തുറന്ന് പറയാതിരിക്കുകയാണ് നല്ലത്, അല്ലേ? നമ്മൾ ഒരാളെ കുറിച്ചിട്ട് ഒരു കാര്യം പരാമർശിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ പേരെങ്കിലും പറയണ്ടേ? ഇത് പേര് പോലും വെളിപ്പെടുത്താതെ വന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടാവും? നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അത്രയ്ക്ക് തൻ്റെ ഇടമില്ലാത്ത ഒരാളാണെങ്കിൽ ഇത് ഒളിച്ചും പതുങ്ങിയും വന്ന് വിശദീകരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ടൈമൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെയൊക്കെ ഒരുപാട് ഒന്നാമത് വിവാദങ്ങളിൽ പെട്ട് വരുന്നൊരു സ്ത്രീയാണ് രേണു സുധി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വിവാദങ്ങളൊക്കെ ആവുന്നു, സ്ഥിരം വൈറലായിട്ട് മാറുന്നു, ചർച്ച ചെയ്യുന്നു, എയറിൽ കിടന്ന് പറക്കുന്നു. ഇതൊക്കെ ആകുമ്പോൾ രേണു സുധിയെ ബിഗ് ബോസിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരിലുള്ളവർ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ഓഡിയോ ക്ലിപ്പാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് അവരുടെ പേര് പറഞ്ഞുകൂടാ? പേര് വെളിപ്പെടുത്താൻ നമ്മൾ ആരെയാ ഭയക്കേണ്ടത്? സ്വന്തം പേര് പറയുന്നതിന് ഭയക്കേണ്ട കാര്യം എന്താണ്? അവർ ശരിക്കും ഒരു പുകമറയാണ് എന്ന് വേണേൽ പറയാം. ഇവർ സംസാരിച്ചത് നേരിട്ട് വന്നിട്ടൊന്നുമല്ല, ഓഡിയോ വഴിയാണ്, വീഡിയോ വഴിയൊന്നുമല്ല, ഓഡിയോ വഴി പേര് പോലും പറയാണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ്. ശരിക്കും ഇവരാരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ പറയുന്നത് വാസ്തവമാണെങ്കിൽ രേണു സുധി കൊല്ലം സുധിയുടെ 3ാമത്തെ ഭാര്യയാണ്. ഇനി എത്ര ഭാര്യമാർ വരാനുണ്ടെന്ന് അറിയില്ല. ഇതേക്കുറിച്ചിട്ടൊക്കെ ഇതേക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണയിലെത്താൻ കൊല്ലം സുധിയും ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൊല്ലം സുധി നാക്കെടുത്ത നുണ മാത്രമേ പറയുന്ന ഒരാളാണ്, സ്ഥിരമായി നുണ പറയുന്ന ഒരാളാണെന്നൊക്കെയാണ് ഈ പറയുന്ന സ്ത്രീ പറയുന്നത്. നമുക്കറിയില്ല. അപ്പോൾ രേണു സുധി ഇതിൻ്റെ ഭാഗമായിട്ട് രേണു സുധി ഒരു വിവാഹ സർട്ടിഫിക്കറ്റും പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. ഒന്നും കൂടെ ഞാൻ വായിക്കുവാണ്. ദ 4th ഷെഡ്യൂൾ ഓഫ് ദ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം ഞങ്ങൾ വിവാഹം ചെയ്തവരാണ്. ഇനി ഞാൻ സുധിച്ചേട്ടൻ്റെ ഫോട്ടോ വെക്കുന്നതിന്, സുധിച്ചേട്ടൻ്റെ പേര് വെക്കുന്നതിന് ഇവർക്ക് എന്നാന്നേ? ഞാൻ ഇന്ന് വരെ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഇനിയോട്ട് കല്യാണം കഴിക്കാനും പോകുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ രേണു സുധിയുടെ വിവാഹ സർട്ടിഫിക്കറ്റാണ് രേണു സുധി പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഡൗട്ടെന്ന് പറഞ്ഞാൽ ഇത്രയേറെ വർഷം പഴക്കമുള്ളൊരു വിവാഹ സർട്ടിഫിക്കറ്റായിട്ട് അത് തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പോഴും കിട്ടിയത് കണക്കുണ്ട് അല്ലേ? ഒരു പക്ഷേ അവരത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചത് കൊണ്ടാവാം അല്ലേ? അപ്പോൾ അതെന്തെങ്കിലും ഒന്ന് തന്നെ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ എല്ലാത്തിൻ്റെയും ഇടയിൽ ഡൗട്ട് കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ കൊല്ലം സുധിയെ 2ാം ഭാര്യയാണ്, അതായത് രേണു സുധി 2ാമത് വിവാഹം കഴിക്കുന്നതാണ് കൊല്ലം സുധിയെ എന്നും പറഞ്ഞിട്ടൊക്കെ ഒരു സംസാരമൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യം വിവാഹം കഴിച്ച ആളെന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാസ്റ്ററിൻ്റെ പേര് ബിനു എന്നോ മറ്റോ ആണ്. പുള്ളിക്കാരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതേക്കുറിച്ച് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ആൾ ഉണ്ട്. പക്ഷേ എങ്ങും രേണു സുധി പറയുന്നത് രേണു സുധിയുടെ ആദ്യ വിവാഹമാണ് കൊല്ലം സുധിയുമായിട്ട് ഉള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ പാസ്റ്ററുമായിട്ടുള്ള വിവാഹം ഒരുപാട് നാളൊന്നും അതിൻ്റെ ജീവിതമൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ പാസ്റ്ററുമായിട്ട്
കഴിഞ്ഞിട്ട് വെറും 1-2 മാസത്തെ ദാമ്പത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എന്താണ് സത്യമെന്നോ എന്താണ് മിഥ്യയെന്നോ നമുക്കറിയില്ല. അതേക്കുറിച്ചൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന രേണു സുധിയുടെ ആദ്യ ഭർത്താവായാലും കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായാലും പുകമറയ്ക്കുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർ പുറത്തോട്ട് വന്നു കഴിഞ്ഞാലേ നമുക്ക് അതേക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ചെയ്തേക്കുക. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് രേണു സുധിയെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ നമ്മുടെ കഴുത്ത് കൊണ്ടുപോകാനായിട്ട് നിൽക്കുന്ന ടീംസുകളുണ്ട്. അവരോട് പറയാനുള്ളത് ഉണ്ടോണ്ട് പോയി കിടന്ന് ഉറങ്ങൂ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് കൂടുതലായിട്ടൊന്നും അവരോട് പറയാനില്ല. അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.